ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നീരിറക്കത്തെക്കുറിച്ചാണ്. എല്ലാവർക്കും സുപരിചിതമായ, നമ്മളിൽ പലരും ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് നീരിറക്കം എന്നുള്ളത്. ഇപ്പോൾ ക്ലിനിക്കുകളിൽ തന്നെ, എൻ്റെ ക്ലിനിക്കിലൊക്കെ പേഷ്യൻസ് വന്നിട്ട് പറയും, എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു ഡോക്ടറെ, പല്ലിനൊരു പ്രശ്നമില്ലായിരുന്നു, പക്ഷേ ഞാൻ വെയിൽ കൊണ്ട് കുളിച്ചു, അല്ലെങ്കിൽ മഞ്ഞ് കൊണ്ട് യാത്ര ചെയ്തു, അതുകൊണ്ടാണ് എനിക്ക് പല്ലിന് വീക്കം വന്നത്, വേദന വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പം ഞാൻ അവരോട് ചോദിക്കും, മോനെ, നിനക്ക് മഞ്ഞ് കൊണ്ടിട്ട് കുളിച്ചത് കൊണ്ടോ വെയിൽ കൊണ്ടിട്ട് കളിച്ചത് കൊണ്ടോ ഒക്കെ വീക്കമോ വേദനയോ വരികയാണെങ്കിൽ വേറെ 31 പല്ല് നിനക്കുണ്ടല്ലോ, അതിനൊന്നും ഒരു കുഴപ്പവും സംഭവിച്ചില്ലല്ലോ. ഇവിടെ മാത്രം, അല്ലെങ്കിൽ പർട്ടിക്കുലർ ആ പ്രത്യേക പല്ലിന് മാത്രം, ഇവിടെ മാത്രം എന്തുകൊണ്ട് പ്രശ്നം വന്നു എന്ന് ഞാൻ തിരിച്ചു ചോദിക്കും. അപ്പോഴാണ് അതെന്താ അങ്ങനെ എന്ന് അവർ ചിന്തിക്കുക. അപ്പം നീരിറക്കം എന്ന് പറഞ്ഞാൽ ആക്ച്വലി സത്യത്തിൽ അവിടെ സംഭവിക്കുന്നത് നമ്മുടെ പ്രതിരോധ ശക്തി കുറയുക എന്നുള്ളതാണ്. നമ്മുടെ പ്രതിരോധ ശക്തി കുറയുന്നു എന്നുള്ളതാണ് നീരിറക്കത്തിൽ സംഭവിക്കുന്ന കാര്യം. നമ്മുടെ ശീലങ്ങൾ മാറുമ്പോൾ, കാലാവസ്ഥയിൽ വന്ന മാറ്റങ്ങൾ, ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ സംഭവിക്കുമ്പോഴൊക്കെ നമ്മുടെ പ്രതിരോധ ശക്തി കുറയുമ്പോൾ, അങ്ങനെ കുറയുമ്പോൾ അക്കാലം വരെ നമ്മുടെ ശരീരത്തിന്റെ മുന്നിൽ പരാജയപ്പെട്ട് തോറ്റുകൊണ്ടിരുന്ന രോഗാണുക്കൾ, ഇൻഫെക്ഷൻ നമ്മളെ തോൽപ്പിക്കും. നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി അപ്പോൾ കുറയുന്ന സമയത്ത് നമ്മളെ പ്രതിരോധ ശക്തി തോൽക്കും. അങ്ങനെ അതുവരെ നമ്മൾ കൊണ്ടു നടന്ന സാധനങ്ങൾ, പഴുപ്പുകൾ നമ്മൾ അറിയും. അപ്പൊ നീരിറക്കം കൊണ്ട് പുതിയ ഒരു പ്രശ്നവും ഉണ്ടാവുന്നില്ല, അത് മനസ്സിലാക്കുക. ഉള്ള പ്രശ്നങ്ങൾ, മുമ്പേ ഉണ്ടായിരുന്ന വിഷയങ്ങൾ നമ്മൾ അറിയുന്നേ ഉള്ളൂ. അതാണ് നീരിറക്കത്തിൽ സംഭവിക്കുന്ന കാര്യം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇത് നമ്മൾ പല പ്രശ്നങ്ങളും പലപ്പോഴും ഉണ്ടാവുന്ന എങ്ങനെ വെച്ചാൽ, ഞാൻ പഴയൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, സ്വന്തം കല്യാണം പോലും കുളമായി പോയൊരു കുട്ടിയെക്കുറിച്ച്. അതായത് ആ കുട്ടിക്ക് അന്നാണ് എന്തോ തലേ ദിവസം എന്തോ സമയം തെറ്റി കുളിക്കുകയോ അങ്ങനെ എന്തോ ചെയ്തപ്പോഴാണ് ആ കുട്ടിക്ക് ഈ പ്രോബ്ലം വന്നത്. അപ്പൊ അതിനുള്ള ഒരു പ്രതിവിധി എന്താന്ന് വെച്ചാൽ, നമ്മൾ കംപ്ലൈന്റുകളൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ റെഗുലർ ആയിട്ട് ചെക്കപ്പുകൾ ചെയ്യുക, കംപ്ലൈന്റുകൾ എത്രയും നേരത്തെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പ്രതിരോധ ശക്തി കുറയുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പണികിട്ടലുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പൊ അതാണ് നീരിറക്കത്തെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ.